ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും അതുപോലെ തന്നെ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ആധികാരികമായ ഒട്ടനവധി വസ്തുതകൾ നമ്മളോട് പങ്കുവയ്ക്കാനുമായി പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയാണ് നമ്മളോടൊപ്പം ഉള്ളത്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനനായ ശ്രീ ഡെന്നിസ് ജോയ് സാറിന്, ഞാൻ ദേവാമൃതത്തിൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ്. ഞാൻ കുമരകം എന്ന സ്ഥലത്ത് ഒരു പഴയ വീട് വിലയ്ക്ക് വാങ്ങി. അതിനുശേഷം ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു. ഇപ്പോൾ മറ്റൊരു ജോലിയിലാണ്. പക്ഷേ കടങ്ങൾ കാരണം ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ്. മാസം അത്യാവശ്യം വരുമാനമുണ്ട്. വീട്ടിൽ ഒരു സ്വസ്ഥതയുമില്ല. അസുഖങ്ങൾ മാറി മാറി വരുന്നു. മക്കൾ പഠിച്ചിറങ്ങിയിട്ടും അവർക്കും ജോലിയൊന്നും ആകുന്നില്ല. ദയവായി ഒരു പരിഹാരം പറഞ്ഞു തരണം. ഈ ഒരു പ്ലാൻ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെയുള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വീട് ഒരു സെപ്പറേറ്റ് വെളിയിൽ നിന്നുള്ള ദോഷങ്ങൾ കടന്നു വരാതിരിക്കാനായിട്ട് നമ്മൾ മതിൽ കെട്ടിത്തിരിക്കണമെന്ന് പല എപ്പിസോഡിലും നമ്മൾ പറയുന്നതാണ്. ഇവരുടെ വീട് ഇവർ ചെയ്യുമ്പോൾ ഇവരുടെ ഒരു കാർ പോർച്ച് നിൽക്കുന്നത് അതിൻ്റെ ഒരു ഭിത്തി എന്ന് പറയുന്നത് മതിലാണ്. കാരണം വെച്ചാൽ നമ്മളൊരു വീടിന് ചുറ്റും മതിൽ കെട്ടി തിരിച്ചു കഴിയുമ്പം ഈ മതിലയിലോട്ട് മൊത്തം നെഗറ്റീവ് ഊർജ്ജമായിരിക്കും, മറ്റുള്ള ഊർജ്ജങ്ങളാണ് കടന്നു വരിക. ഇത് വീടിൻ്റെ അകത്തോട്ട് കടന്നു വരാതിരിക്കാൻ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മൾ മതിൽ കെട്ടുന്നത് തന്നെ. വീടിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ ഈ മതിലെ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഈ മതിലയിലുള്ള നെഗറ്റീവ് ഊർജ്ജം കൂടെ വീടിൻ്റെ അകത്തേക്ക് കടന്നു വരും. അപ്പോൾ ഇവർക്ക് പറ്റിയിരിക്കുന്നത്, ഇവർ ഈ ഒരു കാർ പോർച്ച് ചെയ്തിരിക്കുന്ന മതിലയിലോട്ട് ചേർത്താണ്. അത് ഇവർക്ക് ദോഷമാണ്. കാരണം വെച്ചാൽ നമ്മൾ മതിൽ കെട്ടി തിരിച്ചുകൊണ്ടുള്ള ഒരു ഗുണഫലങ്ങളും ഇവരുടെ വീട്ടിലോട്ട് കടന്നു വരികയില്ല. രണ്ടാമത്തെ ഒരു വിഷയം വെച്ചാൽ, നമ്മളൊരു വീട് ചെയ്യുമ്പം എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുറ്റിയടിച്ച് തുടങ്ങുന്നത് കന്നിമൂലയിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം വെച്ചാൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്തും മാക്സിമം സ്പേസ് കുറവായിരിക്കും. ഇനി ഇതല്ല, നമ്മൾ കുറച്ച് മാറ്റിയാണ് നമ്മൾ കുറ്റിയടിച്ച് പ്ലാൻ ചെയ്യുന്നതെങ്കിലും നമ്മൾ വാസ്തുവിന് നമ്മൾ ഒരു ബേസിക് ഫൗണ്ടേഷൻ കെട്ടുന്ന സമയത്ത് ആ ഒരു അളവനുസരിച്ച് നമ്മൾ മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഇവരുടെ ഒരു കുഴപ്പം വെച്ചാൽ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരുപാട് സ്ഥലം കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാരണം വെച്ചാൽ കിഴക്ക് ഭാഗത്ത് 4 മീറ്ററും പടിഞ്ഞാറ് ഭാഗത്തോട്ട് ഏകദേശം 12 മീറ്ററോളം സ്ഥലമുണ്ട്. കാരണം വെച്ചാൽ വീട് മാക്സിമം കിഴക്കോട്ട് നീങ്ങിപ്പോയി. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഇവർ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു 2.5 മീറ്റർ വിട്ടിട്ട് ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്താൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. കാരണം പടിഞ്ഞാറ് ഭാഗത്തോട്ട് ഒരുപാട് സ്ഥലമൊക്കെ ആയാൽ നമുക്ക് ധനപരമായിട്ടുള്ള ചിലവുകൾ വളരെ കൂടുകയും ധനനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അതുപോലെ ഒരു കിണർ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മളിതിന് മതിൽ കെട്ടുമ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ കിണറിനെയും കൂടെ മതിൽ കെട്ടി പുറത്താക്കണം. കാരണം വെച്ചാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇതുപോലെ കിണറൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് TB പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. തന്നെയല്ല, വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ആ കിണറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. അപ്പോൾ അതിനെ കോമ്പൗണ്ടിന് പുറത്താക്കുകയാണെങ്കിൽ ആ ഒരു വിഷയം തീർന്നു കിട്ടും. അതുപോലെ ഇതിനകത്ത് കുട്ടികളുടെ പോർഷൻ മിസ്സിംഗ് ആണ്. കാരണം വെച്ചാൽ നമ്മൾ ചൈനീസ് വാസ്തുപ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറ് പോർഷൻ മിസ്സിങ് ആയാൽ ആ ഒരു ഭാഗം ഇതിനകത്ത് വരുന്നത് കുട്ടികളുടെ പോർഷനാണ്. പിള്ളേരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ഒരു ഭാഗം സ്ക്വയർ ചെയ്തെടുക്കണം. അതുപോലെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഭൂമി കറങ്ങുന്ന കിഴക്കുടക്ക് ഭാഗത്തോട്ട് ചരിഞ്ഞായതുകൊണ്ട് വീടിൻ്റെ അകത്തോട്ട് മാക്സിമം കോസ്മിക് എനർജി കടന്നു വരുന്നത് കിഴക്കുടക്ക് ഭാഗത്തു നിന്നാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു ടോയ്ലറ്റ് പോലുള്ള സംഭവങ്ങൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ മുറിക്കകത്തോട്ട് കടന്നു വരുന്ന എനർജി എന്ന് പറയുന്നത് ഈ ടോയ്ലറ്റിൽ കൂടെ കയറി വരുന്ന എനർജി മൊത്തം മലിനപ്പെട്ടതാകും. അപ്പോൾ വീടിൻ്റെ അകത്ത് താമസിക്കുന്ന ആൾക്കാരെ ആ ഒരു നെഗറ്റീവ് ഊർജ്ജമായിരിക്കാം ബാധിക്കുക. അത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളോ അസുഖങ്ങളോ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ടോയ്ലറ്റ് അവിടുന്ന് ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ ടോയ്ലറ്റ് അവിടുന്ന് ഒഴിവാക്കി മാറ്റുന്നതാണ് എപ്പോഴും ബെറ്റർ. അതുപോലെ ചില ബെഡ്റൂമൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ബെഡ്റൂമിൽ എപ്പോഴും ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിരിക്കും. കാരണം പക്ഷേ ടോയ്ലറ്റിന് ഒരു കുഴപ്പമില്ല. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടോയ്ലറ്റ് എപ്പോഴും ഡോറ് തുറന്നിടുമ്പോൾ ഈ ടോയ്ലറ്റിലുള്ള നെഗറ്റീവ് ഊർജ്ജം ഈ ഡോറിൽ കൂടെ ബെഡ്റൂമിലൊക്കെ കടന്നു വരും. അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മൾ കല്ലുപ്പ് വെക്കാനായിട്ടൊക്കെ നമ്മൾ പറഞ്ഞത്. കാരണം കുറച്ച് നെഗറ്റീവിനെയൊക്കെ അത് വലിച്ചെടുക്കും. 2, ടോയ്ലറ്റിൻ്റെ ഡോർ എപ്പോഴും അടച്ചിടുന്നതാണ് എപ്പോഴും ബെറ്റർ. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. കാരണം ഗേറ്റ് ഇവരുടെ വീടിന് വരുമ്പം അത് കിഴക്ക് വടക്ക് ഭാഗത്തായിരുന്നു ഇതിൻ്റെ ഉച്ചസ്ഥാനം, നല്ല സ്ഥാനമായിട്ട് വരുന്നത്. കാരണം ചില വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇവർ ഗേറ്റ് വെക്കുമ്പോൾ മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ചിന്താക്കുഴപ്പങ്ങളും നമ്മൾ നല്ലൊരു തീരുമാനം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും ഒക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പം ഗേറ്റ് കൃത്യമായിട്ടുള്ള സ്ഥാനത്താക്കണം. അതുപോലെ സ്ഥലത്തിന് ദോഷം കാണുന്നുണ്ട്. അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഇവർക്ക് എനിക്ക് തോന്നുന്നത് സെർവൻസിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഒരു ടോയ്ലറ്റ് വെളിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിലവിൽ ഇത് ഒറ്റ കോമ്പൗണ്ടാണ് നിൽക്കുന്നത്. നമ്മളിപ്പം കിണറിനെ പുറത്താക്കാനായിട്ട് നമ്മൾ മതിൽ കെട്ടുമ്പോൾ ആ ടോയ്ലറ്റ് ഉൾപ്പെടെ കോമ്പൗണ്ടിന് പുറത്താവുന്നതുകൊണ്ട് അതിനുള്ള ദോഷങ്ങൾ ഉണ്ടാവുകയില്ല. അതുപോലെ ചുറ്റളവ് നിൽക്കുന്ന വാർദ്ധക്യ ചുറ്റിലാണ് 150 സെൻറ്റിമീറ്ററോട് കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ
യൗവന ബാല്യത്തിലേക്ക് അത് മാറുകയുള്ളൂ. അതുകൊണ്ട് ചുറ്റളവോട് കൂട്ടിയെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ ദോഷം. ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. കടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് കിണറിൻ്റെ സ്ഥാനത്തിൻ്റെ ദോഷങ്ങളും വീടിൻ്റെ വാസ്തു സംബന്ധമായിട്ടുള്ള കുഴപ്പം കൊണ്ടാണ്. അല്ലാതെ ഇവിടെ ജാതകമായിട്ട് ബന്ധപ്പെട്ട ദോഷങ്ങൾ ഞാൻ കാണുന്നില്ല. ഇവർ ഇതിന് പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ ഈ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുകയും ചെയ്യും. നമ്മൾ പല അദ്ദേഹങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഗൃഹനാഥന് ഓരോ പഞ്ചഭൂതം അങ്ങനെ ഉണ്ടാവുന്നു. അപ്പം മെയിൻ ബെഡ്റൂം അത് ഗൃഹനാഥൻ്റെ പഞ്ചഭൂതത്തിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിൻ്റെ കളറാണെങ്കിൽ ആ റൂമിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന, അങ്ങനെയാണെങ്കിൽ അത് മോശമായിട്ട് ബാധിക്കുമോ ഗൃഹനാഥനെ? കാരണം ഇപ്പോൾ സാധാരണഗതിയിൽ ചില ആൾക്കാർക്ക് ചില കളറിനോട് വളരെ അട്രാക്ഷൻ ആയിരിക്കും. കാരണം വെച്ചാൽ ഓരോ ആൾക്കാരുടെ ലക്കി കളറിനോട് അവർക്ക് കൂടുതൽ താല്പര്യം തോന്നാം. അപ്പം 100-ൽ 75% ആൾക്കാർ അവരുടെ ജാതകവുമായിട്ട് ചേരുന്ന കളറുകളാകാം അവർ യൂസ് ചെയ്യുക. ഇതിൽ പ്രശ്നം വരുന്നത് എന്താണെന്ന് അറിയുമോ? ഇപ്പോൾ ഒരാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാര്യയുടെ പഞ്ചഭൂതങ്ങളും ഭർത്താവിൻ്റെ പഞ്ചഭൂതങ്ങളും രണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരാളുടെ പഞ്ചഭൂതമായിട്ട് ബന്ധപ്പെട്ടുള്ള കളറാണ് അവിടെ കൂടുതൽ കൊടുത്തതെങ്കിൽ ആ ഒരു പഞ്ചഭൂതത്തിന് കുറച്ചുകൂടെ ഒരു ഊർജം കൂടും. അപ്പോൾ ചെറിയ ദേഷ്യമുള്ള ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു വയലൻസിയൊക്കെ കൂടാം. ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യങ്ങൾ വരാം. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടാകും. പിന്നെ അങ്ങനെ ഒരു വിഷയം വന്നാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതൊരു ബാലൻസിങ് ആണ്. അപ്പോൾ കളർ അങ്ങനെ അടിച്ചു പോയെങ്കിലും നമുക്ക് കർട്ടൻ്റെ കളറുകൾ നമുക്ക് മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബെഡ്റൂമിൻ്റെ ഷീറ്റ് നമുക്ക് മാറ്റി യൂസ് ചെയ്യാം, അവരുടെ കളറുമായിട്ട് മാച്ച് ചെയ്യും. അപ്പോൾ അതൊരു ബാലൻസിങ്ങിൽ പോകാൻ പറ്റും. അതേപോലെ നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ ചൈനീസ് വാസ്തു പ്രകാരം നമ്മുടെ തൊഴിൽ ഭാഗങ്ങളും പ്രശസ്തിയുടെ ഭാഗങ്ങളും ദാമ്പത്യത്തിൻ്റെ ഭാഗങ്ങളും കുട്ടികളുടെ പോർഷനും പ്രോസ്പെരിറ്റിയും നമ്മൾ കൂട്ടിയെടുക്കുകയാണെങ്കിൽ, കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ സമയം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബെഡ്റൂമിലാണ്. കാരണം ചില ഏകദേശം ഒരു 8 മണിക്കൂറോളം നമ്മൾ ഉറങ്ങാനായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ബെഡ്റൂമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചിലവഴിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലാവസ്ഥ അതിൻ്റെ അകത്തുള്ള ഊർജ്ജങ്ങളെ നമ്മൾ കൂട്ടുക വഴി നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഉയർച്ച ഉണ്ടാകുന്നതിനും വിദ്യാഭ്യാസം ഉണ്ടാകുന്നതിനും തൊഴിൽ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനും പ്രോസ്പെരിറ്റി ഉണ്ടാക്കുന്നതിനൊക്കെ അത് കാരണമായി തീരുകയും ചെയ്യും. അപ്പോൾ അതിനകത്ത് ആര് താമസിച്ചാലും അവർക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ അറിയുകയും ചെയ്യും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയൽ എന്നറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം